കാട്ടാന ആക്രമണം നടന്ന ഇടുക്കി മുള്ളരിങ്ങാട് മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കണം. മഞ്ഞുമലയിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. പോലീസിന്റെയും വനംവകുപ്പിന്റെയും അനുമതിയോടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അതുവഴി യാത്ര ചെയ്യാവൂ. കാരണം അവധിക്കാലമാണ്. സാഹസിക വഴിയൊക്കെ കാണുമ്പോൾ അതിലൊന്ന് പോയി നോക്കാം എന്നൊക്കെ തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കായി അർജുൻ മട്ടന്നൂർ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിലേക്ക് കാട്ടാന ആക്രമണത്തിൽ 22കാരൻ കൊല്ലപ്പെട്ട മുള്ളരിങ്ങാട് മേഖല സ്ഥിരമായി കാട്ടാന ശല്യമുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ നിരവധി വിനോദസഞ്ചാരികളടക്കം സ്ഥിരമായി വരാറുണ്ട്. പലപ്പോഴും ആളുകൾ കേട്ടറിഞ്ഞു മറ്റും വരുന്നതാണ്. കൃത്യമായി മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ എത്താറുണ്ട്. അത്തരത്തിലുള്ള നിരവധി മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാട്ടാന ഭീഷണിയുണ്ട്. നമുക്കൊപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികളുണ്ട്. സ്ഥിരമായി കാട്ടാനകൾ എത്തുന്ന അത്തരം മേഖലകളുണ്ടോ? സ്ഥിരമായി കാട്ടാനകൾ എത്തുന്നത് ഈ ടൂറിസ്റ്റ് പ്ലേസിലല്ല. ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ജനങ്ങൾ വരുന്ന വഴിയുടെ ഇരു സൈഡിലുമാണ് ഈ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാത്തവർ, രണ്ട് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുകളാണ്. വിസ്ത ക്ലിയറൻസ് ഒന്നും വെട്ടിയിട്ടില്ല. ഒരു 20-30 മീറ്റർ വീതിയിൽ രണ്ട് സൈഡും വിസ്ത ക്ലിയറൻസ് ചെയ്യണമെന്ന് നമ്മൾ പല പ്രാവശ്യം ഫോറസ്റ്റുകാരോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അകലെ നിന്ന് തന്നെ ഈ ആനയുടെ സാമീപ്യം, ആന നിൽക്കുന്ന അറിയാൻ പറ്റും. ഇത് ഈ ചെടികളും മരങ്ങളും കമ്പുകളും റോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ആന നിൽപ്പുണ്ടെങ്കിൽ പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത ഈ സഞ്ചാരികൾ അപകടത്തിൽപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കോട്ടപ്പാറ കാണാൻ, മഞ്ഞുമല കാണാൻ വന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന് തലക്കോട് വന്നിട്ട് തലക്കോട് നിന്ന് നേരെ മുള്ളരിങ്ങാട് വഴിക്ക് കയറി വന്ന സ്ഥലത്താണ് ആനകൾ പതിവായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് പനംകുഴി തോട്. അവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് രാത്രിയുള്ള റോഡ് സൈഡിൽ നിൽക്കാറുണ്ട്. പക്ഷേ ആന അവിടെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് വെള്ളം കുടിക്കാൻ. അടുത്ത പ്രദേശത്ത് അവിടെയാണ് വെള്ളമുള്ളൂ. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇനി മൂവാറ്റുപുഴ ചാത്തപ്പറ്റം റൂട്ടിലെ ആളുകൾ വന്നെങ്കിൽ ഒറ്റക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ആന. അവിടെ നിന്ന് ആന സഞ്ചരിക്കുന്ന സ്ഥലം വാലമ്പാറ എന്ന സ്ഥലത്ത് പാച്ചേറ്റി തൊട്ടുള്ള മേഖലയിലാണ് ആനയുടെ നില ഉറപ്പിക്കുന്നത്. ഈ വഴിയിലൊക്കെ തന്നെ കാട്ടാന ശല്യം ഉള്ള മേഖലകളുണ്ട്. അത് കൃത്യമായി ഈ ഭാഗത്ത് അറിയാവുന്ന ആളുകളോട് ചോദിക്കുക, അധികൃതരോട് ചോദിക്കുക, അവരുടെ അനുമതിയോടെ മാത്രം ഈ ഭാഗത്തേക്ക് വരിക. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലടക്കം വരുന്ന യാത്രക്കാർ അത്തരത്തിൽ കൃത്യമായി ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളടക്കം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ. നമുക്കിനി നാട്ടുകാരുടെ ശബ്ദം കേൾക്കണം. അതുപോലെ തന്നെ അതിരപ്പള്ളി അടക്കമുള്ള ആന ഇറങ്ങുന്ന മേഖലകളിൽ താമസിക്കുന്ന, ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ഈ പേടി നകറ്റണ്ടേ?